നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ പ്രധാനപ്പെട്ട സമരമാണ്. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ്ണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 പുലയ, ഈഴവ, നായർ സമുദായങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലയ്യൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച ഈ സമരം വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് നടന്നത്. ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ എന്നിവർ നേതൃത്വം നൽകിയ ഈ സത്യാഗ്രഹം നടന്ന കാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നത് ടി രാഘവയ്യ ആയിരുന്നു. 1925 എൻ കുമാരൻ വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ ഈ പ്രമേയം 21 എതിരെ 22 വോട്ടിന് പരാജയപ്പെട്ടു. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം അകാലികളാണ്. ഇവരുടെ നേതാവ് ലാൽ സിംഗ് ആണ്. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1923 നടന്ന കാക്കിനഡ സമ്മേളനമാണ്. ഇതിലെ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവായ ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കർ ആണ്. സ്വാമി സത്യവ്രതൻ, കോട്ടുകോയിക്കൽ വേലായുധൻ എന്നീ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹാശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം വെല്ലൂർ മഠമാണ്. ഈ സമരകാലത്ത് യാഥാസ്ഥിതികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മന ഇണ്ടൻതുരുത്തി മനയാണ്. ജോർജ് ജോസഫ്, പി എം സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കൾ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. സവർണ ജാഥ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1924 നവംബർ 1 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. നായർ കോവിലിൽ കോട്ടാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തി ഡോക്ടർ എം ഇ നായിഡു ആണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഇതിന്റെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് സേതുലക്ഷ്മി ഭായിക്കാണ്. 1925 നവംബർ 23 വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ തുറന്നു കൊടുത്തുകൊണ്ട് ഈ സത്യാഗ്രഹം ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ അവസാനിപ്പിച്ചു. 603 ദിവസം നീണ്ടുനിന്ന ഈ സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് എം ഇ വാട്സ് ആണ്. 23,000 പേർ ഒപ്പുവെച്ച സത്യാഗ്രഹ നിവേദനം സമർപ്പിക്കപ്പെട്ടത് മഹാറാണി സേതുലക്ഷ്മി ഭായിക്കാണ്. ഇതിന് നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹ സ്മാരകം വൈക്കത്ത് സ്ഥിതി ചെയ്യുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ 1931-32 കാലയളവിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931 നവംബർ 1 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം 1931 വടകര സമ്മേളനമാണ്. മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റായ കെ കേളപ്പൻ സെക്രട്ടറിയായ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനാണ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. എം കെ ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റനായ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21 എന്നാൽ ഗാന്ധിജി ഇടപെട്ട് 1932 ഒക്ടോബർ 2 ഇത് അവസാനിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രമണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയും ഈ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാക്കൾ പി കൃഷ്ണപിള്ള, എം കെ ഗോപാലൻ എന്നിവരാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനിയാണ്.
ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്തിയ താലൂക്കും ഇതുതന്നെയാണ്. ഈ ജനഹിത പരിശോധനയിൽ അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി. 2021 90-ാം വാർഷികം അഥവാ നവതി ആഘോഷിച്ച സത്യാഗ്രഹം കൂടിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് TK മാധവനാണ്. 1919 എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് TK മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. VS സുബ്രഹ്മണ്യ അയ്യർ അധ്യക്ഷനായി ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 1932 തിരുവിതാംകൂർ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1934 ചെങ്ങന്നൂരിൽ 1935 നവംബർ 3 നടന്ന ഹരിജൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ച വ്യക്തി G. രാമചന്ദ്രനാണ്. 1936 മാർച്ച് 22 തിരുവനന്തപുരത്ത് വച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി രൂപീകരിക്കാനും കേരളത്തിൽ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനിച്ച സംഘടനയാണ് കേരള ഹരിജൻ സേവക് സംഘ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം നടക്കുമ്പോൾ അഖിലേന്ത്യാ ഹരിജൻ സേവക് സംഘിൻ്റെ പ്രസിഡന്റ് GD ബിർളയും സെക്രട്ടറി AV താക്കറും ആയിരുന്നു. 1936 ഏപ്രിൽ 19 കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചു. തിരുവനന്തപുരത്ത് വച്ച് നടന്ന കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ശ്രീമതി രാമേശ്വരി നെഹ്റുവും. കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് K. കേളപ്പനുമാണ്. ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്ക് 1936 നവംബർ 3 സമർപ്പിക്കുകയും ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി ചില നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ശ്രീ ചിത്തിര തിരുനാൾ 1936 നവംബർ 24 വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് മഹാരാജ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക കമ്മിറ്റി തീരുമാനിക്കുകയും ചങ്ങനാശ്ശേരി K. പരമേശ്വരപിള്ള ഇതിൻ്റെ പ്രസിഡന്റാവുകയും ചെയ്തു. 1939 ജനുവരി 26 ബീക്കാനീറിലെ മഹാരാജാവ് തറക്കല്ലിട്ട പ്രതിമയുടെ അനാച്ഛാദനം 1940 ജൂലൈ 20 നിർവഹിച്ചത് ധോൽപൂറിലെ മഹാരാജാവാണ്. പ്രതിമയോടൊപ്പം ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. 1938 ഓഗസ്റ്റ് 30 പ്രസിദ്ധീകരിച്ച മലബാർ ക്ഷേത്രപ്രവേശന ബിൽ 1938 ഡിസംബർ 1 C. രാജഗോപാലാചാരി മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുകയും 1939 ജനുവരി 18 ഈ ബില്ലിന് മദ്രാസ് ഗവർണറുടെ അംഗീകാരം ലഭിക്കുകയും 1947 മെയ് 11 വൈസ്രോയി അംഗീകരിക്കുകയും ചെയ്തു. 1947 മെയ് 31 കിടുവത്ത് കൃഷ്ണൻ നായരെ മലബാർ ക്ഷേത്രപ്രവേശന സ്വാഗത കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആക്കുകയും 1947 ജൂൺ 2 മലബാറിലും 1947 ഡിസംബർ 20 കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുകയും ചെയ്തു. ക്ഷേത്രപ്രവേശന വിളംബരം. ഉള്ളൂർ S. പരമേശ്വരയ്യർ എഴുത്തയ്യാറാക്കിയ ക്ഷേത്രപ്രവേശന വിളംബരം സർ CP രാമസ്വാമി അയ്യരുടെ പ്രേരണയാൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് 1936 നവംബർ 12 തൻ്റെ 25ാം ജന്മദിനത്തിൽ പുറപ്പെടുവിച്ചു. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ ഈ വിളംബരം ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നെല്ലാം അറിയപ്പെടുന്നു. ആധുനിക കാലത്തെ മഹാത്ഭുതം, ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ച ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചതും ഈ വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം C. രാജഗോപാലാചാരി, തിരുവിതാംകൂറിലെ സ്പിരിച്വൽ മാഗ്ന കാർട്ട TK വേലിപ്പിള്ള എന്നിങ്ങനെ ക്ഷേത്രപ്രവേശനത്തിന് വിശേഷണങ്ങളുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.